എല്ലാവർക്കും പുതിയ എപ്പിസോഡ് വേണ്ടിയിട്ട് സൂപ്പർ ഹീറോ മൈൻക്രാഫ്റ്റിന്റെ ആണ് വീഡിയോ. പക്ഷെ അന്ന് കളിച്ച പോലല്ല, ഇന്ന് നമ്മളുടെ വേറെ സെർവറാണ്. ഇതന്നെ ഈ സെർവർ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് സെർവറാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലേ, 2 ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റീവ് സെർവറിൽ. സെർവറിൽ ജോംബി അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ക്രിയേറ്റീവിൽ അതേപോലെ അല്ല. ജോംബി ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു സെർവർ, അങ്ങനെ ഒരു അതേപോലുള്ള ഇതാണ് ക്രിയേറ്റീവ്. അപ്പൊ ഞാൻ ഒരു ക്രിയേറ്റീവ് സെർവർ തുടങ്ങിയിട്ട് അതിനകത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഈ വില്ലേജ് ഞാൻ ഉണ്ടാക്കിയ വില്ലേജാണ് കണ്ടത്. ഇവിടെ ഒരു ട്രേഡിംഗ് ഫാം ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രേഡിംഗ് ഫാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ വീട്. പിന്നെ ഞാൻ ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കിയ വില്ലേജാണ്. പിന്നെ ഈ പാലം, പിന്നെ അവിടെ കണ്ടത് അവിടെയാണ് എന്റെ വീട്. അപ്പൊ ഞാൻ ഈ ക്രിയേറ്റീവ് വേൾഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ കുറെ ദിവസമായി ഞാൻ ഈ സെർവർ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സെർവറിൽ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതെന്നെ കോഴിഫാമാണ്. എനിക്ക് നേരെ തന്നെ കോഴിഫാമെന്ന് ഉണ്ടാക്കാറുണ്ട്. ഇത് കോഴികൾ കോടി അടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു കോഴിഫാം. അതിനകത്ത് കോഴിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ കോഴിന്റെയും പശുവിന് കിട്ടുമ്പോ അതിനകത്ത് വെക്കും. പാലൊക്കെ കിട്ടുമ്പോ അതിനകത്ത് വെക്കും. അപ്പൊ അതിനു വേണ്ടി എടുത്ത കുറെ സാധനങ്ങളൊക്കെയാണ്. അപ്പം അല്ല വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആ കാണുന്നതാണ് എന്റെ വീട്. ഈ വീടിന്റെ വീടിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും. അപ്പൊ വീടിന്റെ ഇതാണ് എൻട്രൻസ്. പിന്നെ ഞാൻ ഇതൊക്കെ ഇത് വെച്ചാണ് ഫ്ലോർ പണിഞ്ഞേക്കുന്നത്. പക്ഷെ അകത്ത് വേറെ വുഡാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. പക്ഷെ ഈ വീടിനകത്ത് കുറച്ചും മൃഗങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണമെന്ന് തോന്നിയ കുറച്ച് മൃഗങ്ങളാണ്. അതാണ്ട് പന്നിയുണ്ട്, പട്ടിയുണ്ട്, പിന്നെ ഏതാണ്ട് കുഞ്ഞിക്കോഴിയുണ്ട്. അപ്പൊ ഈ ഡോഗിന് ഒരു പേരാണ് ഗൈസ്. അപ്പൊ ഈ ഡോഗിന് വേണ്ട ഒരു പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം കോഴിക്ക് പേരിടാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് കോഴിക്ക് ഒരു പേരിട്ടോ, പിന്നെ പന്നിക്ക് ഒരു പേരിടാം. കാരണം ഇവിടെ എനിക്ക് വേറൊരു കോഴിയും കൂടെ ഉണ്ട്. അപ്പൊ ആ കോഴിക്കും കൂടെ പേരുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഈ 4 മൃഗങ്ങൾക്കും പേരിടാൻ പറ്റിയ നല്ലൊരു പേര് നിങ്ങൾ കമന്റ് ചെയ്യണം. അതിനകത്ത് ഞാൻ നല്ലൊരു പേര് തന്നെ എടുത്ത് ഇവർക്ക് ഇടുന്നതായിരിക്കും. 4 പേർക്ക് ഇടുന്നതായിരിക്കും. അപ്പൊ 4 പേരാണ് വേണ്ട ഇവർക്ക് എല്ലാവർക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഞങ്ങള് 3 പേരല്ല. എനിക്കൊരു ചേട്ടനുണ്ട്, എനിക്കൊരു അനിയനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 3 ബെഡ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ വീടിനകമൊക്കെ കാണുന്നത്. അപ്പം ഇതൊക്കെ ഉള്ളു. പിന്നെ ഞാൻ ഈ വില്ലേജ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നൊക്കെ എനിക്ക് അപ്പുറത്തെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പൊ ആ വില്ലേജിലാണ് ഞാൻ പോയി നോക്കുന്നെല്ലാം. അപ്പൊ വില്ലേജിലോട്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അവിടെ പോയി നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വില്ലേജ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഞാൻ ആദ്യം ഈ ട്രേഡിംഗ് ഫാം ആയിരുന്നു ഇവിടെ പണിഞ്ഞ്. എന്നിട്ടാണോ ആലോചിച്ച് നമുക്കൊരു വില്ലേജും കൂടെ പണി വെച്ചാലോ, അപ്പൊ അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ ഞാൻ പണിഞ്ഞാണ് ഈ വില്ലേജ്. പിന്നെ ഇത് ഞാൻ ഇന്നലെ പണിഞ്ഞ ഈ വില്ലേജറിന്റെ വീടാണ് ഇത്. ഇന്നലെ പണിഞ്ഞേ ഉള്ളു. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് ഇങ്ങനെ ഇത് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പൊ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് ഗൈസ് ഇതൊക്കെ കണ്ടത്. ഇതൊക്കെ മൊത്തം ഫ്രീ ആണ്. ഇത് കണ്ടോ, മൊത്തം ഫ്രീ ആണ്. മൊത്തം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് സർവൈവറിൽ കിട്ടാത്ത എല്ലാം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കിട്ടും. സർവൈവറിലാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടത്തില്ല, ഇങ്ങനൊന്നും കിട്ടത്തില്ല. അതാണ് ക്രിയേറ്റീവിന്റെ ഇത്. അപ്പൊ എന്നാൽ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഷവ്വലാണ് വേണ്ടത്. ഷവ്വലിന്റെ ഒരു അയൺ ഷവ്വൽ തന്നെ അങ്ങ് എടുക്കാം. അപ്പൊ രാത്രിയാ പറയാം, നമുക്ക് ഇവിടെ വില്ലേജറിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ട. നമ്മളാണ്ട് ഇവിടെ ഇങ്ങനെ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് വില്ലേജേഴ്സിന് വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് നാളെ രാവിലെ ഞാൻ ഏത് വില്ലേജില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഈ മൈൻക്രാഫ്റ്റില് നാളെ രാവിലെ ഞാൻ ഏത് വില്ലേജ് പഠിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ വില്ലേജറിന് അതേപോലെ പണിയാമെന്ന് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ അപ്പുറത്തൊരു വില്ലേജ് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞതാണ് ഇവിടെ വീടൊക്കെ വെറുതെ പറഞ്ഞു
അങ്ങോട്ടാണ് വില്ലേജുണ്ട്. ഇവരൊക്കെ കണ്ടത് ഇവരൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല. ഇവരൊക്കെ നമ്മളെ നോക്കിയിട്ടേ ഉള്ളൂ. ഇവരൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല. അതാണ് ക്രിയേറ്റീവിന്റെ പവർ. അതുകൊണ്ട് എന്തായാലും എന്റെ വീടിന്റെ അങ്ങോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. കണ്ടോ ഗൈസ്, മലേന്റെ മണ്ടയ്ക്കാണ് വീട്. പിന്നെ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഈ മരം കണ്ടോ, പിങ്ക് മരം. പിന്നെ ആ വില്ലേജ് ഞാൻ പറഞ്ഞില്ലേ, വേറൊരു വില്ലേജ്. ആ വില്ലേജിന്റെ അവിടെ ഒരു പിങ്ക് മരത്തിന്റെ കുറെ പിങ്ക് മരമുള്ള സ്ഥലമുണ്ട്. അപ്പൊ എന്തായാലും ആ സ്ഥലം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഇറങ്ങിറങ്ങാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. യൂട്യൂബിലിടുന്നതിനകത്ത് സെക്കൻഡ് ഒന്നും അല്ലെങ്കിലും യൂട്യൂബിലിടുന്ന സെക്കൻഡ് ഡേ ആയി. ഉള്ളു. പിന്നെ മെഷീൻ ഈ മൈനിങ്ങിന്റെ മെഷീൻ, ഈ മൈൻക്രാഫ്റ്റിൽ വേറെ കുഴപ്പമുണ്ട്. മൈനിങ്ങിന്റെ മെഷീൻ നമുക്ക് മാക്സിമം കാര്യമില്ല. അതായത് നമുക്ക് ഇവിടെ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയുള്ള ഒരു ചെറിയ മിഷനാണ് ഈ വില്ലേജ്. എന്നുള്ളതൊക്കെ പണിയാൻ ഞാൻ പറഞ്ഞായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെകം വലിയ റീഫോൺ അവർക്ക് സെറ്റ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പതി അപ്പുറത്താക്കാം. അപ്പൊ എന്താ ഞാൻ എവിടുന്നാ അത് കിട്ടിയെന്ന് പറഞ്ഞുതരാം. നമുക്ക് എന്റെ ഇവിടെ ഒരു അയങ്കോളം ഉള്ളായിരുന്നു. ആ അയങ്കോളത്തിൽ എന്തിനാണ് പോകുന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ വേറെ രണ്ടെണ്ണത്തിനെ വിളിക്കുന്നില്ല. ഒരു ദിവസം രാത്രി ഞാൻ പറഞ്ഞില്ല, അതാണ് കുറെ ഉണ്ട് ഇവിടെ മരം. പിങ്ക് മരം ഇവിടെ കുറെ ഉണ്ട്. എന്നാൽ ഞാൻ അവിടെയാണ് വീട് വെച്ചത്. പിന്നെ ഈ വില്ലേജിന്റെ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. വില്ലേജ് ഇനി അടുത്ത ഉണ്ടാക്കിയിരിക്കുന്ന വില്ലേജിലാണ് നിൽക്കാറുള്ളത്. ഇച്ചിരി ചാച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ കല്ല് വെക്കാം. കല്ല് വെച്ച് ഇതിന്റെ മണ്ടയ്ക്ക് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇല്ല. ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളതാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ടെക്നോളജി മാത്രമാണ് മനസ്സിലാകാത്തത്. ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അപ്പൊ ഇവിടെ രണ്ടെണ്ണ വെക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് അവിടെ വെച്ച് കൊടുക്കാം. ഓ, ഇവന്മാർ അങ്ങനെയും പണിയുന്നുണ്ടല്ലേ. വില്ലേജേഴ്സിനെ കൂട്ട് നമ്മള് വീടുണ്ടാക്കാൻ നോക്കി അത് ഭയങ്കര പണിയാണ്. ഇതുണ്ടോ, ഇവന്മാർ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീടുണ്ടാക്കും. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഉണ്ടാക്കും. ആദ്യം എനിക്ക് ഇങ്ങനെ ഈ കല്ലും വുഡും പിന്നെ മറ്റേ ഇത് വെച്ചുള്ള ഇതാണ് കാണിച്ചു തരാം. കാരണം ഇത് എനിക്കറിയാം. അതുകൊണ്ടാണ് നടക്കുന്നില്ല. അത് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തോളായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത്.
ഇതൊരു അടിപൊളി ഈ വില്ലേജ് വീടിനെ കണ്ടിട്ടുണ്ടാക്കി ഇതാണ് ഞാൻ ഉണ്ടാക്കി ഇതെങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതാണ് ഫാർമർ വില്ലേജർ. ഇവനാണ് ഇവിടുത്തെ ഫാമർ. നമുക്ക് പറഞ്ഞ നമ്മുടെ വീടിന്റെ അവിടെ പോയി റീസ്പോൺസ് ചെയ്യാം. കാരണം ഞാൻ ഉണ്ടാക്കിയ വില്ലേജിലെ വീട്ടിലാണ് റീസ്പോൺ അപ്പൊ ഞാനാണെങ്കിൽ ആവശ്യം ചെയ്യട്ടെ. അയ്യോ പന്നി പോലെ നമ്മള് പോവാൻ നമ്മുടെ പന്നീനെ എന്ത് ചെയ്യാൻ ഇനി ക്രിയേറ്റീവ് സർവർ ഉണ്ട്. സർവറിന്റെ അപ്പൊ ഇത് ക്രിയേറ്റീവിലെ പാർട്ട് 1 വീഡിയോ, സർവൈവറിലെ പാർട്ട് 1 വീഡിയോ. ഇനി അടുത്ത തവണ ഞാൻ മിക്കവാറും ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അടുത്ത തവണ എന്തായാലും ഞാൻ സർവൈവലിന്റെ പാർട്ട് 2 ആയിട്ട് വരാം. എന്നിട്ട് പിന്നെ ക്രിയേറ്റീവിന്റെ ആയിട്ട് വരാം. പിന്നെ അങ്ങോട്ട് കുറച്ച് നാള് ക്രിയേറ്റീവിന്റെ ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് സർവൈവറിലോട്ട് പോകാം. അപ്പം ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെ ബൈ. അപ്പം ഈ വീഡിയോ ആക്ച്വലി ചെറുതാണോ ലോങ് ആണോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും ഇത് ചെറിയൊരു ലോങ് വീഡിയോ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് വരെയും ബൈ.